ഞങ്ങളിപ്പോൾ ഉണ്ടല്ലോ ജബലക്കറിന് പോവാണേ. അപ്പം പകുതി വഴി ആയപ്പോഴത്തേക്ക് ഭയങ്കര മഴ. നാട്ടിൽ നിന്ന് വന്നിട്ട് ഞങ്ങൾ മഴ കണ്ടേയില്ല. ഈ പ്രാവശ്യം അങ്ങനെ നമുക്ക് നല്ലൊരു കാലാവസ്ഥയുണ്ട്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിയൊക്കെ കാണിക്കാം കേട്ടോ. ഈ ഒമാനിലെ മൂന്നാറാണ് ജബലക്കർ കേട്ടോ. അപ്പം നല്ല ഈ മഴയൊക്കെ പെയ്യുമ്പോൾ ഉണ്ടല്ലോ, അപ്പോൾ ഇവിടെ ഒന്നും കാപ്പിക്കടയൊന്നുമില്ല. കാപ്പിക്കടയോടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇച്ചിരി പരിപ്പോടെയൊക്കെ മേടിച്ച് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് നമ്മളങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ യാത്ര ഒരു സൂപ്പറാണ്. അതിന് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, നമ്മളങ്ങ് എൻജോയ് ചെയ്തേനും കേട്ടോ. എങ്കിലും സൂപ്പറായിരുന്നു ഈ യാത്ര കേട്ടോ. അതേ ഉള്ളൂ, മഴ കണ്ടോ? ആ മസ്കറ്റിൽ നിന്ന മഴയൊന്നുമില്ല, ഇവിടെ മൊത്തം മഴയാണ്. എന്ത് രസമുണ്ടെന്ന് നോക്കിയേ, നല്ല രസമില്ലേ? ഫുള്ള് വെള്ളം കണ്ടോ, രസമുണ്ടില്ല? അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് മഴ കണ്ടു. മഴ കണ്ടു കണ്ടോ? ഒമാനിലെ സ്വർഗം അല്ലെങ്കിൽ മൂന്നാർ എവിടാന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും അത് സലാലയാണെന്ന്. എന്നാൽ രണ്ടാമതൊരു സ്ഥലം കൂടെ ഉണ്ട് കേട്ടോ. അതെവിടെയാണെന്ന് അറിയണ്ടേ? അത് മറ്റെങ്ങുമല്ല, നമ്മുടെ സ്വന്തം ജബൽ അഖ്ദർ തന്നെയാണ്. അത് ഞാൻ പറയാനുള്ള കാര്യം എന്താണെന്ന് പറയട്ടെ. എല്ലാവർക്കും അറിയാം, ജൂൺ ജൂലൈ മാസത്തിൽ നമ്മളിവിടെ എക്സ്ട്രീം സമ്മറിൽ പോലും നല്ല മഴയും ഇടിയും കാറ്റും ഒക്കെ ഉണ്ടായ ഞാനിപ്പോൾ കണ്ട 2-3 ദിവസങ്ങൾ കണ്ടത് ജബൽ അഖ്ദറിലാണ് കേട്ടോ. അതായത് നമ്മൾ മസ്കറ്റിൽ നിൽക്കുമ്പോൾ എന്നോ ചൂടാ, എൻ്റെ ദൈവമേ സഹിക്കാൻ വയ്യാത്ത ചൂട്. ഇവിടെ വന്നപ്പോഴത്തേക്ക് കാലാവസ്ഥ മാറി, നല്ലൊരു കാറ്റ്, നല്ലൊരു തണുപ്പ്, ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങോട്ട് ഒരു കുറച്ച് ദിവസത്തെ അവധിയേ ഉള്ളൂ, ഈവൻ അധികം ദിവസം അവധിയില്ല, ഒരു ദിവസത്തെ ഓഫ് കിട്ടിയാലും ഉണ്ടല്ലോ, രാവിലെ നിങ്ങളൊരു 6 AM ഇറങ്ങി നിങ്ങൾക്കൊരു 10 PM വരെ നിങ്ങളുടെ കയ്യിൽ ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് എന്താണ് ജബൽ അഖ്ദർ. അപ്പം ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് തോന്നി, ഞാൻ കൊണ്ടുവന്നില്ല, പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയുക കേട്ടോ. നമ്മൾ ഇച്ചിരി ഫുഡുമായിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, ഞാനിങ്ങനെ ഈ വന്ന വഴിയിലൊക്കെ കണ്ടതുണ്ടല്ലോ, ഇവിടെ ആണെങ്കിൽ ഒത്തിരി ആൾക്കാരാണെങ്കിൽ കാറൊക്കെ ഒരു സൈഡിൽ പാർക്ക് ചെയ്തിട്ട് പായൊക്കെ വിരിച്ച് അവർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡൊക്കെ കഴിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ ഈ ഒരു ക്ലൈമറ്റിലൊക്കെ ഇരുന്ന് നമുക്കൊരു എന്താ പറയുന്ന ഒരു പുറത്തെ വൈബിലൊക്കെ ഒരു ഭക്ഷണം കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ഇനി ജബൽ അഖ്ദറിലോട്ട് പോകാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബീഫ് ബിരിയാണിയോ കപ്പ പുഴുങ്ങിയോ ഒക്കെ കൊണ്ടുപോകണം കേട്ടോ. സത്യം പറഞ്ഞാൽ ആ ഒരു മഴയത്ത് കപ്പ പുഴുങ്ങിയതും കാന്താരി ചമ്മന്തി പൊട്ടിച്ചതും ഒക്കെ ഉണ്ടെങ്കിൽ തിന്നാൻ സൂപ്പറാണ് കേട്ടോ. ഫ്ലാസ്കിൽ കാപ്പി എടുക്കാൻ മറക്കുന്നേക്കുവാന്നേ. അപ്പോൾ അവിടെ എത്തിയിട്ടില്ല ഡെസ്റ്റിനേഷനിലോട്ട്, പക്ഷേ അങ്ങോട്ട് വരുമ്പോൾ അവിടുത്തെയൊക്കെ ഒരു കാലാവസ്ഥ ഇങ്ങനെ കേട്ടോ. ഇത് കണ്ടോ, നല്ല തണുപ്പാണ്, അതായത് നല്ലൊരു കുളിർമയുള്ള തണുപ്പ്. നമ്മുടെ മഴക്കാലത്തൊക്കെ ഒരു തണുപ്പില്ല, ആ ഒരു തണുപ്പ് പോലത്തെ തണുപ്പാണ്. ഇപ്പം മസ്കറ്റിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പം ഫാർ ബെറ്റർ ആയിട്ടുള്ള സ്ഥലം, നല്ല അവധിക്കാലമൊക്കെ ആഘോഷിക്കാൻ പറ്റിയതാണ്. ഇവിടെ ഈ മണ്ടയ്ക്കൊക്കെ വന്നു വന്നിട്ട്, പക്ഷെങ്കിൽ ഇവിടെ എല്ലാവരുടെയും വീട്ടിൽ ഈ അനാറും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ അനാറും ഉണ്ട്. അതായത് നമ്മളവിടെ ഓരോരുത്തരുടെയും വീട്ടിൽ നമ്മൾ ഡേറ്റ്സ് ഒക്കെ, അതുപോലെ എല്ലാവരുടെയും വീട്ടിൽ അനാറുകളുണ്ട്. ജബൽ അഖ്ദറിൻ്റെ ഒത്തിരി കാണാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ സ്ഥലത്തേക്ക് നമ്മൾ വന്നു കേട്ടോ. ഇനിയിപ്പം ഞാൻ നിങ്ങളെ കാണിക്കാം. ഭയങ്കര ഇവിടെ വരുന്ന വഴിക്കൊക്കെ ഇച്ചിരി സ്ലിപ്പൊക്കെയാകും, ഞാൻ നിങ്ങളെ അങ്ങോട്ട് കാണിക്കാം കേട്ടോ. വഴിയാണ് കേട്ടോ, ഈ വഴിയെ കൂടി ഇങ്ങനെ നടന്നു പോകണം. ഇവിടെ വെള്ളമൊക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പം സ്ലിപ്പാകും, സോ നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കണം. കൊച്ചു പിള്ളേരൊക്കെ, ഇവിടുത്തെ ആൾക്കാരൊക്കെ സ്പീഡിലാണ് നടന്നു പോകാത്ത, പ്രശ്നമില്ല. വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, വളരെ നല്ല രസമുണ്ട് കാണാനും എടുക്കാനും ഒക്കെ. പക്ഷേങ്കിൽ എനിക്ക് ഇങ്ങോട്ട് വന്ന വഴിയൊക്കെ വളരെ പേടിയായിരുന്നു കേട്ടോ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ വലിയ ഹൈക്സൊക്കെ ഉള്ളത് കൊണ്ട്. പക്ഷേങ്കിൽ അത് നമ്മുടെ മസ്കറ്റിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ വളരെ നല്ല സ്ഥലമാണ്. എന്നുവെച്ചാൽ നല്ല തണുപ്പും നല്ല എന്താ പറയുക മഴ ഉണ്ട്. ഇവിടെ എല്ലാം പച്ചിപ്പാങ്ങ്, അതായത് ഇവിടെ സാധാരണ വളരുന്ന ആ ചെടികൾ പോലും നല്ല
വളർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ മഴയുടെയൊക്കെ ഇതുകൊണ്ടായിരിക്കാം. 200 സ്റ്റെപ്പ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ ഈ അനാറൊക്കെയുള്ള ഈ സ്ഥലത്തോട്ടൊന്ന് കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ. പിന്നെ മഴയൊക്കെ പെയ്തുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ വെള്ളത്തിൻ്റെ നനവും. പിന്നെ എന്തോ ഡോങ്കിയാണോ എന്തോ അപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്, ചിക്കായിട്ടൊക്കെ ഇരിക്കുക. പിന്നെ എനിക്ക് പിന്നെ ആ നാറുമരമൊക്കെ ഒന്ന് കാണാനുള്ള കൊതിയൂടങ്ങ് അങ്ങോട്ട് ഓടിപ്പോവാം കേട്ടോ. പിന്നെ ഞാൻ പിന്നെ കൊന്തയൊക്കെ എടുത്ത് കയ്യിലിട്ട്, കാരണം എന്നെ എനിക്ക് പേടിയാന്നേ. ഇങ്ങനെ നമ്മൾ ഇറങ്ങി താഴോട്ട് പോകണേ. പക്ഷേ ഈ പറയുന്നത്ര അനാറൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. പിന്നെ ആൾക്കാരിങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോൾ എന്തോ ഇല്ല. പക്ഷെ പോകുന്ന വഴികളൊക്കെ ഇങ്ങനെയൊക്കെയാണ്. അതായത് വളരെ സ്ലിപ്പാകും, നമ്മൾ സൂക്ഷിച്ചില്ല ചിലപ്പോൾ. ഇങ്ങനെ ഇഷ്ടംപോലെ ചെറിയ അനാറുകൾ ഇഷ്ടംപോലെ. പക്ഷെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇച്ചിരി വലുതൊക്കെ കാണുമായിരിക്കും. സൂക്ഷിച്ചൊക്കെ നടന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും കേട്ടോ. പഴുത്തിട്ടൊന്നുമില്ല. കെയർഫുൾ ഡിയർ. തിരിച്ചു കയറുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊരു വല്ലാത്തൊരു എന്താ പറയുന്നത്, നമ്മുടെ തലയൊക്കെ അങ്ങ് പുകയുന്ന പോലോ. അത് നമ്മളങ്ങനെ അത്രയും ദിവസം നമ്മൾ യൂസ്ഡ് അല്ലല്ലോ. ഇങ്ങനെ ഇത്രയും 200 സ്റ്റെപ്പുകൾ താപ്പോട്ട് ഇറങ്ങി പോവുക, കയറി വരിക. അപ്പോൾ തിരിച്ച് കയറി വരുമ്പോൾ കുറച്ച് മസിൽ സ്ട്രെച്ച് ആകുന്ന പോലൊക്കെ എനിക്ക് തോന്നി കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊന്നും കുഴപ്പമില്ല, അവർ നല്ല സ്മൂത്തായിട്ട് കയറിപ്പോയി. എനിവേ മണ്ടയ്ക്ക് വന്നു കഴിയുമ്പോൾ ആക്ച്വലി ഇതിനൊരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നേ. നമ്മൾ ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾ കണ്ടു കാണുകമായിരിക്കും. അവിടെ നിന്ന് എനിക്കൊരു ഫോട്ടോയൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് എടുക്കാൻ പറ്റിയില്ല. അതെന്താണെന്ന് വെച്ചാൽ മൊത്തം ഇവിടുത്തെ ആൾക്കാരിങ്ങനെ ഇരുന്ന് അവർ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പം നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ അവരുടെ കൂടെ ഇതൊക്കെ വരുമല്ലോ എന്ന് ഓർത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ അതൊന്നും കവർ ചെയ്യാൻ പറ്റാഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ പോകുന്ന വഴിക്കല്ലേ ഇതുപോലെ അനാറുണ്ടെന്ന്. എനിവേ പിന്നെ ഞാൻ തിരിച്ചു വരുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചയെന്ന് പറയുന്നത്, ഇത് കണ്ടോ, ഈ ഒരു ചെടിയുടെ ഫ്രൂട്ടും അത് കഴിക്കുന്നതാണെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളെ ഇറങ്ങി പോകുന്ന വഴിക്കും കയറി വരുന്ന വഴിക്കും എല്ലാം ഇത് വെച്ചിട്ടുണ്ട്. ഇതാരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണം. അപ്പോൾ എനിവേ ഇത്രയൊക്കെയുള്ളൂ ഗൈസ്. ഞാൻ പോയ വഴികളിലൂടെയൊക്കെ നിങ്ങളെയും കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, സോ ഇനി അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണും. ടിൽ ദെൻ ബൈ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ.